चाय और चाय 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 टिकट्स टिकट्स ടിക്കറ്റ്സ് എവിടെ മോനെ? ടിക്കറ്റ് കാണിക്കും മോനെ. ഈ കുട്ടിയുടെ പേരൻസ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ മോനെ? നിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ? സർ, എന്താണ് പ്രശ്നം? ഇവന് ടിക്കറ്റും ഇല്ല, ചോദിച്ചപ്പോ ഒന്നും സംസാരിക്കുന്നുമില്ല. ഇനി എന്താ ചെയ്യണ്ടേ? മോനെ, ഇങ്ങനെയാണെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. മോനെ, എന്താ നിന്റെ പേര്? നീ എവിടേക്ക് പോകുന്നത്? ടിക്കറ്റ് ഉണ്ടെങ്കിൽ തരൂ, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. സാർ, ഇവന്റെ ഫൈൻ എത്രയാ? 500 രൂപ. ഞാനത് അടയ്ക്കാം. ശരി, ഓരോരുത്തർ വന്നോളൂ, സമയം കളയാം. മോനെ, നീ എവിടേക്കാ പോകുന്നത്? ഓക്കെ ഓക്കെ സാർ. നിന്റെ പേരെന്താണ്? ഒരുപക്ഷെ അവന് സംസാരിക്കാൻ കഴിയില്ലായിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. ആഹാ, സംസാരിച്ചല്ലോ. അതെന്താ നീ നേരത്തെ ഒന്നും പറയാഞ്ഞത്? മോനെ, നീ എവിടേക്കാ പോകുന്നത്? എനിക്കറിയില്ലെങ്കിൽ. അറിയില്ലെന്നോ? നിന്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എനിക്കാരുമില്ല, എനിക്കാരെയും വേണ്ട. നീ എന്തൊക്കെയാ പോലെ പറയുന്നത്? ശരിക്കും എന്താ നിന്റെ പ്രശ്നം? ഞാൻ പറയാൻ, ഞാൻ എല്ലാം പറയാം. അമ്മേ, എന്നാണ് നമ്മൾ അങ്കിളിന്റെ വീട്ടിൽ പോകുന്നത്? മോന്റെ പരീക്ഷ എന്നാണ് കഴിയുന്നത്? നാളെ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പോകാൻ കേട്ടോ. അമ്മേ, ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇത്ര പെട്ടെന്നോ? അതെ അമ്മേ, ഞാൻ നേരത്തെ പഠിച്ചായിരുന്നു. എങ്കിലും വേഗം വാ, നമുക്ക് പ്രാർത്ഥിക്കാം. പപ്പ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. Twinkle twinkle little star. ഓ, അയാൾ ഇങ്ങ് എത്തി. ഇനി എന്തൊക്കെയാണോ? അത് മറന്നുപോയതാ. അതിന് പാത്രം ചവിട്ടണോ? എന്റെ ദൈവമേ, ഇതെന്താണാവോ അവസാനിക്കാം? എനിക്കിനി സഹിക്കാൻ വയ്യ. ഞാനിനി ആ വീട്ടിലേക്കില്ല. മരിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ പോകുന്നത്. എവിടേക്ക് പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിന്നോട് ട്രെയിനിൽ കയറി പോകാൻ പറഞ്ഞത്? എന്റെ കൂട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ട്രെയിനിൽ കയറിയാൽ ഒത്തിരി ദൂരത്തിൽ പോകാമെന്ന്. അതാ ഞാൻ ഇതിൽ കയറിയത്. സാരമില്ല, കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഏതാണ്ട് നീ വീട്ടിലേക്ക് മടങ്ങി പോകും. ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. തിരിച്ചു ചെന്നാൽ പപ്പ എന്നെ കൊല്ലും. മോന്റെ അമ്മ വിഷമിക്കുന്നുണ്ടാവില്ലേ? അത് ഓർക്കുമ്പോൾ ഒരു വിഷമം. മോനിങ്ങനെ പോകുന്നത് ഒട്ടും ശരിയായില്ല. വേഗം വീട്ടിലേക്ക് മടങ്ങിയെത്തണം. ആരും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ തനിയെ ചെന്നാൽ പപ്പ എന്നെ വെച്ചേക്കില്ലെങ്കിൽ. മോൻ വിഷമിക്കണ്ട. അടുത്ത ശേഷം വരുമ്പോ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ നമ്മുടെ മോനെ
മോനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അതിനിപ്പോ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയോ? എന്തായാലും അവൻ പോയി കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ശൂന്യത പോലെ. ഞാനിനി എന്താ ചെയ്യുക? ഒരല്പനേരം പോലും എന്റെ അടുത്തു നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്ത എന്റെ മോൻ ഇതിപ്പോ എത്ര നേരമായി അങ്കിളിന്റെ വീട്ടിൽ എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന എന്റെ മോന. എല്ലാവർക്കും ജീവിതം സന്തോഷിക്കാനുള്ളതാ, എനിക്ക് മാത്രം ദുഃഖിക്കാനാണ് വിധി. നീ വിഷമിക്കാതെ, എന്തായാലും നമ്മൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ടല്ലോ. അവർ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊണ്ടു തരും, അതെനിക്ക് ഉറപ്പാ. മോനെ, ഏഴ് മോനെ, നീ ഇത്രയും നേരം എവിടായിരുന്നു? നീ ഇത്രയും നേരം എവിടായിരുന്നടാ? നമ്മുടെ മോൻ, നമ്മുടെ മോൻ. ദാ, നീ ഇത്രയും നേരം എവിടായിരുന്നടാ? നീ എവിടെ പോയതാ? നീ എവിടെയായിരുന്നാ? ഈ അങ്കിൾ എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. അതിന് നീ എവിടെ പോയി? സാർ, താങ്കൾ ആരാണ്? എന്റെ പേര് സാജൻ. ഞാൻ ജോലിക്കായി മുംബൈക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ട്രെയിനിൽ തീറ്റി വന്നപ്പോഴാണ് ഇവനെ ശ്രദ്ധിക്കുന്നത്. ഇവൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് തിരികെ പോകാൻ ഒരു മനസ്സുമില്ലായിരുന്നു. വരൂ സാർ, നമുക്കിരുന്ന് സംസാരിക്കാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസമായല്ലോ. തീർച്ചയായും സാർ, എത്ര നേരമായി ഞങ്ങൾ വിഷമിക്കുന്നു എന്നറിയാമോ? നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ്, ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സഹോദര, ദൈവം നമ്മെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് ഈ മനോഹരമായ കുടുംബം തന്നതൊക്കെ ദൈവത്തിന്റെ വലിയ ഉദ്ദേശത്തോടെയാണ്. നിങ്ങളുടെ മദ്യപാനശീലം കൊണ്ടും ഈ വീട്ടിലെ വഴക്കുകൊണ്ടുമാണ് ഈ കുഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ മദ്യപിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. എന്റെ കുടുംബമാണ് എനിക്ക് വലുത്. ഇനി ഞാൻ നന്നായി ജീവിച്ചോളാം. സഹോദര, ഇപ്പോഴാണ് നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായത്. ദൈവം നിങ്ങൾക്ക് ഈ കുടുംബജീവിതം നിങ്ങളുടെ കുഞ്ഞിനെ മടക്കി നൽകിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.